മലിവാളിനെ ആക്രമിച്ച സംഭവത്തിൽ കൂടുതൽ അന്വേഷണത്തിന് പോലീസ്. ഇതു സംബന്ധിച്ച് കൂടുതൽ പരിശോധനയ്ക്ക് അരവിന്ദ് കെജ്രിവാളിന്റെ വസതിയിലെത്തി ദില്ലി പോലീസ്. വീട്ടിലെ CCTV DVR ദില്ലി പോലീസ് പിടിച്ചെടുത്തു. പരാതിയിൽ അന്വേഷണത്തിന്റെ ഭാഗമായാണ് പോലീസ് എത്തിയത്. കേസിൽ അരവിന്ദ് കെജ്രിവാളിന്റെ PA വൈഭവ് കുമാർ അറസ്റ്റിലായിരുന്നു. ഡൽഹി പോലീസാണ് അറസ്റ്റ് ചെയ്തത്. സ്വാതിയുടെ ദേഹത്ത് പരിക്കുകൾ ഉണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. സ്വാതി മലിവാളിന്റെ ദേഹത്ത് 3 ഇടത്തായിട്ടാണ് പരിക്കുകൾ കണ്ടത്. ഇടത് കാലിലും കീഴ്ത്താടിയിലും കണ്ണിന് താഴെയും ചതവുണ്ടെന്നാണ് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത്. ഡൽഹി എയിംസ് ആശുപത്രിയിലാണ് വൈദ്യപരിശോധന നടത്തിയത്. ഇതിനിടെ BJP ആസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടി മാർച്ച് നടത്തി. വൈഭവ് കുമാറിന്റെ അറസ്റ്റ് അടക്കം ഉയർത്തിയാണ് മാർച്ച്. ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി മന്ത്രിമാർ, MLA മാർ, MP മാർ, കോർപ്പറേഷൻ കൗൺസിലർമാർ, പ്രവർത്തകർ അടക്കമാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ നേതൃത്വം നൽകിയ മാർച്ചിൽ പങ്കെടുത്തത്. അരവിന്ദ് കെജ്രിവാളിനെ കാണാൻ അദ്ദേഹത്തിന്റെ വസതിയിൽ എത്തിയപ്പോഴാണ് വൈഭവ് കുമാർ അറസ്റ്റിലാകുന്നത്. BJP ആസ്ഥാനത്തേക്ക് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയുടെ മാർച്ചിനെതിരെ സ്വാതി മലിവാൾ രംഗത്ത് വന്നു. ഒരിക്കൽ നിർഭയയ്ക്ക് വേണ്ടി നമ്മൾ തെരുവിലിറങ്ങി. 12 വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു വിഷയത്തിൽ വീണ്ടും തെരുവിലിറങ്ങുന്നു. മനീഷ് സിസോദിയയ്ക്കായി ഇത്രയും കാര്യങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നുവെന്നും സ്വാതി മലിവാൾ പറഞ്ഞു. സിസോദിയ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലെന്നും സ്വാതി ട്വിറ്ററിൽ കുറിച്ചു. തനിക്കെതിരെ ആക്രമണം നടത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ ഫോർമാറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നുവെന്നും സ്വാതി ആരോപിച്ചു. പാർട്ടിയിൽ ഇന്നലെ വന്നവർ 20 വർഷമായി പ്രവർത്തിക്കുന്ന തന്നെ BJP ഏജന്റായി മുദ്രകുത്തി. പാർട്ടി ആദ്യം സമ്മതിച്ച കാര്യം ഇപ്പോൾ മാറ്റി പറയുന്നുവെന്നും മലിവാൾ പറഞ്ഞു. സ്വാതി മലിവാളിനെതിരായ അതിക്രമ കേസിൽ അറസ്റ്റിലായ കെജ്രിവാളിന്റെ PA വൈഭവ് കുമാറിന് പിന്തുണയുമായാണ് മാർച്ച് നടത്തുന്നത്. നേതാക്കളുടെ അറസ്റ്റുകളെല്ലാം ഡൽഹി സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനാണെന്നാണ് കെജ്രിവാളും ആം ആദ്മി പാർട്ടിയും ആരോപണം ഉന്നയിക്കുന്നത്. സ്വാതി മലിവാൾ മാർച്ചിൽ പങ്കെടുത്തില്ല. സ്വാതിയുടെ അടുത്ത രാഷ്ട്രീയ നീക്കം ഏറെ പ്രധാനപ്പെട്ടതാണ്. BJPയുടെ ചട്ടുകമായി എന്ന് ആം ആദ്മി തന്നെ ആരോപണം ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാതി BJPയിലേക്ക് പോകുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്. അതേസമയം വൈഭവ് കുമാറിനെ കെജ്രിവാൾ സംരക്ഷിക്കുന്നുവെന്നാണ് BJPയുടെ ആരോപണം. അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കുമെതിരെ BJPയും പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. AAP മാർച്ചിന്റെ പശ്ചാത്തലത്തിൽ BJP ആസ്ഥാനത്ത് സുരക്ഷയും വർദ്ധിപ്പിച്ചിരുന്നു. മേഖലയിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിരുന്നു. കസ്റ്റഡിയിലുള്ള വൈഭവ് കുമാറിനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും.